പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് സമ്മാനിച്ചത് ഒരു ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്രന്ഥം തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വാക്കുകളോടുകൂടിയ അദ്ദേഹം അർജുനന് നൽകിയ ഉപദേശമാണ് ഭഗവത്ഗീത എന്നുള്ളത്. അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്നുമൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം. ഭഗവത്ഗീത ഒരു തവണ വായിച്ച വ്യക്തിയിൽ പോലും അതിൻ്റെ മാറ്റങ്ങൾ വളരെ വലുതായി തന്നെ പ്രതിഫലിക്കപ്പെടും. അത് അനേകം തവണ വായിച്ച വ്യക്തി, അതിൽ നിന്ന് കൃത്യമായി ജീവിതത്തിലേക്ക് പാഠങ്ങൾ പകർത്തിയ വ്യക്തി ഒരു ഉന്നത വ്യക്തിത്വമായി തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഐൻസ്റ്റീൻ മുതൽ അബ്ദുൽ കലാം വരെയുള്ള ശാസ്ത്രജ്ഞരും അനവധിയായിട്ടുള്ള പ്രമുഖരും ലോകത്തെ വലിയ സമ്പന്നരും ഈ ബിസിനസ്സുകാരും അടക്കം ലോകത്തിലെ ഭരണകർത്താക്കൾ അടക്കമുള്ളവർ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അർജുനൻ ഏറ്റവും മികച്ച പോരാളിയായി മാറിയത്. അർജുനൻ എന്ന് പറയുന്നത് തന്നെ കൃഷ്ണൻ്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ശിഷ്യൻ കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് ഭഗവത്ഗീത വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. എന്തായാലും ഭഗവത്ഗീത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് സമ്മാനിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് ഗീത എന്നാണ്. അതെ, ശരിയാണ്. കോടിക്കണക്കിന് ആൾക്കാരെ ഈ ഗ്രന്ഥം സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, അനേകം രാജ്യങ്ങളിൽ ഏതാണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും ഇന്ന് ഭഗവത്ഗീത എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഭഗവത്ഗീത എത്താനായിട്ട് കാരണമായ ഒരു സംഘടനയുണ്ട്. അതാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഈ കൃഷ്ണ കോൺഷ്യസ്നസ് ആണ് ലോകം മുഴുവൻ വിവിധ ഭാഷകളിലായിട്ട് ഭഗവത്ഗീത എത്തിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ലേഷനാണ് റഷ്യൻ പതിപ്പ് എന്നുള്ളത്. റഷ്യൻ പതിപ്പ് ഇത്തരത്തിൽ തയ്യാറാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്കോണിൻ്റെ സ്ഥാപക ആചാര്യൻ, അതായത് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള കൃഷ്ണഭക്തരുടെ ഒരു സംഘടനയാണ്, ആധുനിക സംഘടനയാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. ഇസ്കോൺ പിന്തുടരുന്ന വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുന്നത് അനാദിയായി തന്നെ നിലനിൽക്കുന്നതാണ്. അതിനെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുന്നു. മാധവാചാര്യ പരമ്പരയിലുള്ള ഒരു ഭക്തി പ്രസ്ഥാനമാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. ആ മാധവ പരമ്പരയിൽ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണ ബലരാമ ക്ഷേത്രങ്ങളും ശ്രീ രാധാറാണിയുടെയും ശ്രീകൃഷ്ണൻ്റെയും ക്ഷേത്രങ്ങളാണ് ഇസ്കോണിൻ്റെ കീഴിൽ അധികമായിട്ടുമുള്ളത്. ശ്രീ പരമേശ്വരൻ്റെ ക്ഷേത്രവും ഇസ്കോണിൻ്റെ കീഴിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഭക്തി സത്സംഗങ്ങൾ, ഭക്തി കേന്ദ്രങ്ങൾ ഇവയെല്ലാം തന്നെയുണ്ട്. അങ്ങനെ ഇസ്കോൺ സ്ഥാപിച്ച ആചാര്യനായിട്ടുള്ള പരമാചാര്യനായ പ്രഭുപാദർ, ശ്രീല പ്രഭുപാദരുടെ പ്രഥമ ശിഷ്യനാണ് റഷ്യയിലുണ്ടായിരുന്ന, അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്ന പ്രഥമ ശിഷ്യനാണ് അനത്തൊലി പിന്നിയേവ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പിന്നീട് അനന്തസായിദാസ് എന്ന് പറയുന്ന ഈ ദീക്ഷാനാമമൊക്കെ സ്വീകരിച്ചു. അദ്ദേഹം ഇസ്കോൺ ഡിവോട്ടി ആവുകയും പ്രഭുപാദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളാവുകയും ചെയ്തു. അദ്ദേഹം വിവർത്തനം ചെയ്ത ഭഗവത്ഗീതയാണ് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് സമ്മാനിച്ചത് എന്നുള്ളതാണ്. ആ ഭഗവത്ഗീത എന്ന് പറയുന്നത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പരിശോധിച്ച് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു ഗീതയാണ്. ഈ ഗീത എന്ന് പറയുന്നത് ഏറെ കാലത്തെ പോരാട്ടത്തിനൊടുവിലാണ് റഷ്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ഗീതയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് 2011 റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് വലിയ രീതിയിൽ കേസും സമ്മർദ്ദവും ഒക്കെ ആയിട്ട് മുന്നിട്ട് വന്നു. അന്ന് അവർ പറഞ്ഞ വാദം എന്ന് പറയുന്നത് ഇത് മെയിൻ കാഫൊക്കെ പോലെ ഒരു നിരോധിക്കപ്പെടേണ്ട പുസ്തകമാണെന്നാണ്. സൈബീരിയയിലെ സ്റ്റോംസക് നഗരത്തിലാണ് ഗീത നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ ഈ പറയുന്ന കോടതിയെ സമീപിച്ചത്. എന്തായാലും ശരി തന്നെ, ഈ നിരോധിക്കണമെന്ന് പറഞ്ഞിറങ്ങിയ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇതിന് മുൻപുള്ള ചരിത്രങ്ങളെപ്പറ്റി പലതും അറിയില്ല എന്ന് തോന്നുന്നു എന്നുള്ളതാണ്. അതായത് ഇസ്കോൺ പ്രചരിപ്പിക്കാനായിട്ട് ശ്രീല പ്രഭുപാദർ റഷ്യയിലെത്തി ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള അനത്തൊലി പിന്നിയേവ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കണ്ടു. പ്രഥമ ശിഷ്യനാണ് റഷ്യയിലുള്ള. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തെ ഈ പറയുന്ന ഇസ്കോണിലേക്ക് കൂട്ടി കൃഷ്ണഭക്തിയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം എന്തു ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കൃഷ്ണഭക്തനായി മാറിയ അനത്തൊലി പിന്നിയേവിനെ റഷ്യൻ ഭരണകൂടം 5 വർഷത്തേക്ക് ജയിലിലടച്ചു. അന്ന് റഷ്യയല്ല, സോവിയറ്റ് യൂണിയനാണ്, കമ്മ്യൂണിസ്റ്റുകളാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് ദൈവമില്ല, ദൈവവിശ്വാസം പ്രചരിപ്പിക്കുന്നതോ തെറ്റായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരെ കൊന്നുകളയുക, ഇല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ രീതി. അതായത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ദൈവവിശ്വാസിയാണ് ഇല്ലെങ്കിൽ ദൈവഭക്തനാണ് എന്നുണ്ടെങ്കിൽ, അത് പ്രചരിപ്പിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നുകളയുക എന്നുള്ളത് ഈ പറയുന്ന
കമ്മ്യൂണിസ്റ്റുകളുടെ രീതിയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകൾ അനത്തുലി പിന്നിയേവ് എന്ന് പറയുന്ന ഈ മഹാസന്യാസിയെ ജയിലിലടച്ചപ്പോൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ജപമാലയടക്കം ജപസഞ്ചി ഉണ്ടല്ലോ, ആ ജപസഞ്ചിയിലെ ജപമാലയിലാണ് അദ്ദേഹം ജപിച്ചുകൊണ്ടിരുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്ന കലിസന്ധർണ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ നാമം, ആ നാമം ജപിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ജപമാല അടക്കം റഷ്യൻ സർക്കാർ, അതായത് സോവിയറ്റ് സർക്കാർ പിടിച്ചെടുക്കുക മാത്രമല്ല അദ്ദേഹത്തിന് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ആഹാരം പോലും നൽകിയില്ല. നോൺ വെജ് ഒക്കെയാണ് കൊടുത്തത്. അദ്ദേഹം വെജിറ്റേറിയനാണ്. അദ്ദേഹം വെജിറ്റേറിയൻ ആയിട്ടുള്ള സസ്യാഹാരിയായ മനുഷ്യൻ്റെ മുന്നിൽ, സന്യാസിയായ മനുഷ്യൻ്റെ മുന്നിലേക്ക് നോൺ വെജ് ഒക്കെ വെച്ച് കൊടുത്തു. അദ്ദേഹം അതൊന്നും കഴിച്ചില്ല. അദ്ദേഹം ബ്രെഡും വെള്ളവും മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജപമാല കൂടി സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റുകൾ പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നൊരു നൂലെടുത്ത് കഴിക്കാൻ കൊടുത്ത ബ്രെഡ് നനച്ച് അതിൽ മുത്തുകളുണ്ടാക്കി അത് ജപമാലയാക്കി ജപിക്കുകയായിരുന്നു. ഒടുവിൽ ആ ഭക്തൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെടുകയും അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ജപമാല അടക്കം തിരിച്ചു നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ആ ചരിത്രം അറിയാത്ത ഈ സൈബീരിയയിലെ റഷ്യൻ ഓർത്തഡോക്സ് സഭയാണ് ഈ ഭഗവത്ഗീത നിരോധിക്കണമെന്ന് പറഞ്ഞ് 2011 രംഗത്ത് വന്നത്. മറ്റൊരു പാശ്ചാത്യ രാജ്യത്ത് ഒരിക്കൽ ഇസ്കോണിനെതിരെ, കൃഷ്ണനെതിരെയും ഗീതയ്ക്കെതിരെയും ഒക്കെ ആയിട്ട് ഒരു ക്രിസ്ത്യൻ മിഷണറി സഭ രംഗത്ത് വന്നു. അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞ് കോടതിയിൽ പോയിട്ട് പറഞ്ഞു, ഇസ്കോണിൻ്റെയും ഈ കൃഷ്ണഭക്തിയുടെയൊക്കെ പ്രവൃത്തി നിരോധിക്കണം, കാരണം കൃഷ്ണൻ 16,008 ഭാര്യമാരുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നീട് വാദം തുടങ്ങിയപ്പോൾ ഇത്തരത്തിൽ പരാതി കൊടുത്തു, കോടതി വിളിപ്പിച്ചു. അപ്പോൾ ഒരു ഇസ്കോണിൻ്റെ ഒരു സന്യാസി, ഒരു കൃഷ്ണഭക്തനായ സന്യാസി അവിടെ ചെന്നു. അദ്ദേഹം കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞു, ശരിയാണ്, ഞങ്ങളുടെ പുരാണത്തിൽ പറയുന്നുണ്ട് കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ട് എന്നുള്ളത്. ശരി, ഞങ്ങൾ മോശമാണെങ്കിൽ അത് മോശം കാര്യമാണ് എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ശരി, നിങ്ങൾ ഒരു കന്യാസ്ത്രീയായി കേസ് കൊടുത്തു. ഈ കന്യാസ്ത്രീയായിട്ട് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കന്യാസ്ത്രീയായി തിരുവസ്ത്രം അണിയുന്നതിന് മുൻപ് എന്താണ് പ്രതിജ്ഞ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ പ്രതിജ്ഞ പറഞ്ഞു കഴിഞ്ഞതോടുകൂടി തന്നെ കോടതി പറഞ്ഞു കേസ് ഡിസ്മിസ്ഡ് എന്ന്. ആ പ്രതിജ്ഞ ഇതാണ്, കർത്താവിൻ്റെ മണവാട്ടിയായി ഞാൻ കഴിഞ്ഞുകൊള്ളാമെന്നാണ്. അപ്പോൾ കർത്താവിന് എത്രയായിരം ഭാര്യമാരുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈശ്വര ചിന്ത എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. അതിൽ ഇത്തരം കാര്യങ്ങൾ, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കഥകളെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ സന്ദേശം കൊടുക്കരുത് എന്നുകൂടിയാണ് ഇസ്കോൻ്റെ സന്യാസി അവിടെ പറഞ്ഞത്. യേശുദേവൻ്റെ മണവാട്ടിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ പാതയിലേക്ക് എത്തുക, തീവ്രമായിട്ടുള്ള ഈശ്വരപാതയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുക എന്നുള്ളതിനെ ഭഗവാന്റെ ഭാര്യയായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് അത്രയേറെ പ്രേമഭക്തിയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കേവലം ശരീരഗതമായിട്ടുള്ള, ഇല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് ഈശ്വര ദർശനത്തെ വിലയിരുത്തുമ്പോൾ ഇത്തരം അബദ്ധങ്ങൾ പറ്റുമെന്നുകൂടി ഇസ്കോണിൻ്റെ സന്യാസി അന്ന് കോടതി മുറിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്ന 2011 റഷ്യയിൽ ഇന്ത്യയുടെ, ഇല്ലെങ്കിൽ ഇസ്കോണിൻ്റെ ഭഗവാന്റെ ഭഗവത്ഗീത നിരോധിക്കണമെന്ന വാദം വന്നപ്പോൾ ഇന്ത്യ നയതന്ത്ര തലത്തിൽ കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും അന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന SM കൃഷ്ണ, റഷ്യൻ അംബാസഡറായിരുന്ന അലക്സാണ്ടർ കഡാക്കിനെ വിളിച്ചു വരുത്തി ഇന്ത്യയുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നീട് ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരെ, കോടിക്കണക്കിന് മനുഷ്യരെ സ്വാധീനിച്ച പുസ്തകമാണ് എന്ന് കണ്ടിട്ട് ഈ ഫയൽ ചെയ്ത കേസ് കോടതി 2011 ജൂണിൽ ഫയൽ ചെയ്ത കേസ് ഡിസംബറിൽ കോടതി വിധി വന്നു. ഗീത നിരോധിക്കണമെന്നായിരുന്നില്ല ആവശ്യമില്ല എന്നായിരുന്നു പ്രഥമ വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭഗവത്ഗീതയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണമെല്ലാം തന്നെ ചെറുത്തു തോൽപ്പിക്കപ്പെടുകയാണെന്ന് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആ മഹത്തായ ഗ്രന്ഥം ഇന്നും റഷ്യയിൽ നിലനിൽക്കുന്നത്, ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്നത്. വിവിധ ഭാഷകളിൽ, ഏതാണ്ട് 30ഓളം ഭാഷകളിൽ ഭഗവത്ഗീത ഇന്ന് ലോകത്തെമ്പാടും പ്രചാരണത്തിലുണ്ട്. അറബിക്കിൽ പോലും, ചൈനീസിൽ പോലും ഭഗവത്ഗീത അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഭഗവത്ഗീതകളുടെ വിവിധ ഭാഷകളിലുള്ള കോപ്പികൾ നിങ്ങൾക്ക് ഇസ്കോണിൻ്റെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെയെല്ലാം കാണാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ആഫ്രിക്കയിലും ഏഷ്യയിലും റഷ്യയിലും ഈ പറയുന്ന യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും അറബി രാജ്യങ്ങളിലും ചൈനയിലും ജപ്പാനിലും അടക്കം എല്ലായിടത്തും ഇത്തരത്തിൽ ഭഗവത്ഗീത നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ഭാഗവത് ദാസ് ബ്രഹ്മചാരി എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയുണ്ട്, 7-8 വയസ്സേ ഉള്ളൂ. അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു മാനുവലാണ്. നമ്മളൊരു കളിപ്പാട്ടം വാങ്ങിക്കുമ്പോൾ അതിലൊരു മാനുവൽ ഉണ്ടാവും, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. അതുപോലെ
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മാനുവലാണ് ഭഗവത്ഗീത. ആ മാനുവൽ വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു തരുന്നത്. അത്ര വിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഭഗവത്ഗീതയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം അത് വിമാനത്തിലിരുന്ന് വായിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും അത് അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഒരു വലിയ മാറ്റത്തിന് ലോകത്താകെ പ്രചോദനമായതാണ് ഭഗവാൻ അരുളി ചെയ്ത ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട്, ഭഗവത്ഗീതയെ പറ്റിയിട്ട് ശങ്കരാചാര്യ എഴുതിയത് തന്നെ ഇങ്ങനെയാണ്: ഭഗവത്ഗീത കിഞ്ചിതധീത ഗംഗാജലലവ കണികാപീത സകൃതപിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ചർച്ച. ഒരിക്കലെങ്കിലും ഭഗവത്ഗീത വായിച്ചിരിക്കുക, അല്പമെങ്കിലും ഗംഗാജലം കുടിച്ചിരിക്കുക, ഒരിക്കലെങ്കിലും ഭഗവാൻ മുരാരിയെ, കൃഷ്ണനെ ഭജിച്ചിരിക്കുക. ഇങ്ങനെയുള്ളവരെ പറ്റിയിട്ട് യമൻ ചർച്ച ചെയ്യുകയില്ല, ചിന്തിക്കുകയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമരത്വത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നതാണ് ഭഗവത്ഗീത എന്നുള്ളത്. ആ ഭഗവത്ഗീത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ കയ്യിലേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ളത്. നരേന്ദ്രമോദി ഭഗവത്ഗീത മാത്രമല്ല, ട്രിനിഡാഡ് ടൊബാഗോ PM എത്തിയപ്പോഴും നമ്മൾ നൽകിയത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മാതൃകയും സരയൂ നദിയിലെ തീർത്ഥവുമായിരുന്നു. മൗറീഷ്യസ് പ്രസിഡന്റ് എത്തിയപ്പോഴും ശ്രീമാൻ നരേന്ദ്രമോദി സമ്മാനിച്ചത് ഈ പറയുന്ന ഗംഗാജലമായിരുന്നു, അതായത് കുംഭമേളയിലെ ഗംഗാജലമായിരുന്നു. അതുപോലെ US-ൻ്റെ ഇൻ്റലിജൻസ് ചീഫ് തുളസി ഗബാർഡിൻ ഇന്ത്യയിലെത്തിയപ്പോഴും ശ്രീമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നൽകിയത് ഈ പറയുന്ന ഗംഗാ തീർത്ഥമായിരുന്നു, മഹാകുംഭ തീർത്ഥമായിരുന്നു നൽകിയത്. അങ്ങനെ ഇന്ത്യയുടെ സംസ്കാരം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്, ഭാരതം ശ്രമിക്കുന്നുണ്ട്, നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ ഭഗവത്ഗീതയിലൂടെ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നതും റഷ്യൻ പ്രസിഡന്റിന് അത് നൽകുന്നതോടെ ലോകത്തിന് നൽകിയിരിക്കുന്ന സന്ദേശവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 1 നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.